തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയ നീക്കവുമായി UDF. സത്യപ്രതിജ്ഞാ വിവാദം, കൗൺസിലർമാരുടെ ഏറ്റുമുട്ടൽ, കാപ്പ കേസിൽ കൗൺസിലർ ജയിലിലാകൽ, അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയവും വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയം അനുദിനം സങ്കീർണമാവുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് BJP അവിടെ അധികാരത്തിലെത്തിയത്. ഇപ്പോൾ നിർണായകമായ ഒരു രാഷ്ട്രീയ പരീക്ഷണ ഘട്ടത്തിൽ കൂടിയാണ് BJP. ആർ സുഗതൻ എന്ന കൗൺസിലർ ജയിലിലായതിനാൽ BJPയുടെ അംഗബലം പ്രായോഗികമായി 49 ചുരുങ്ങി. മറുവശത്ത് UDFന് 19 അംഗങ്ങളും LDFന് 29 അംഗങ്ങളും ഉണ്ട്. 2 പേർ സ്വതന്ത്രരാണ്. ഈ സാഹചര്യത്തിൽ UDFൻ്റെ അവിശ്വാസ പ്രമേയം വെറും രാഷ്ട്രീയ നീക്കമാണോ, അതോ ഭരണസമിതിയെ മറിച്ചിടാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണോ? UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ LDF പിന്തുണയ്ക്കുമോ, അതോ നിലവിലെ സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കാൻ LDFന് ആകുമോ? പൊതുവേദി ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അധികാരം നിലനിർത്താനാകുമോ? രാഷ്ട്രീയ പ്രതിസന്ധികൾ ഭരണസമിതിയുടെ അടിത്തറ ഇളക്കുമോ? ഈ അവിശ്വാസ പ്രമേയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടിന് വഴി തുറക്കുമോ?